ബിസ്മില്ലാഹി റഹ്മാനി റഹീം. സൂറത്തുൽ ഇസ്റാ വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ സൂറത്ത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50-ാമത്തായിട്ട് അവതരിച്ച സൂറത്ത്. ഈ സൂറത്ത് പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിലാണ് അവതരിച്ചത്. സൂറത്തുൽ ഇസ്റാ എന്ന പേര് ലഭിക്കാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൻ്റെ 12-ാമത്തെ വർഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക്, ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാപ്രയാണം നടത്തിച്ചു, ഒരു യാത്ര കൊണ്ടുപോയി. ആ യാത്രക്കാണ് അൽ ഇസ്റാ എന്ന് പറയുക. അവിടെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖാന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് 1-ാം ആകാശത്തിലേക്കും 2-ാം ആകാശത്തിലേക്കും 3ഉം 4ഉം 5ഉം 6-ാം ആകാശവും കടന്ന് അവസാനം 7-ാം ആകാശത്തിൽ വെച്ച് അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തി തിരിച്ച് അന്ന് രാത്രി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നബിതങ്ങൾ കിടന്നുറങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തി. രാവിലെ ആയപ്പോൾ നബിതങ്ങൾ കിടക്കുന്ന കിടപ്പറയിൽ ചെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ടായിരുന്നില്ല. അല്പസമയം കൂടി കഴിഞ്ഞ് പിന്നെയും വന്ന് നോക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്ന കാണുന്നത് എന്ന് ചില റിവായത്തുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തിയ ആ യാത്രക്കാണ് അൽ ഇസ്റാ എന്ന് പറയുക. ഇസ്റാ യാത്ര മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, മിഅ്റാജ് ഉണ്ട്. അപ്പോൾ ആ യാത്രയെ പറ്റിയുള്ള പരാമർശമുള്ളതിൻ്റെ പേരിലാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഇസ്റാ എന്നുള്ള പേരുള്ളത്. ഇതുപോലെ തന്നെ ഈ സൂറത്തിന് മറ്റൊരു പേരുത്തുണ്ട്, ബനു ഇസ്രായേൽ. സൂറത്ത് ബനി ഇസ്രായേൽ എന്നാണ് ഈ സൂറത്തിന്റെ വേറൊരു പേര്. ബനി ഇസ്രായേലുകാർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലിഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് അലിഹിസ്സലാമിന്റെ മകനായ യാക്കൂബ് അലിഹിസ്സലാമിന് 2 ഭാര്യമാർ, റാഹേലും റാഷേലും. അതിൽ റാഷേൽ എന്ന് പറയുന്ന ഭാര്യയിൽ 10 മക്കളും റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ 10 മക്കളും 2 മക്കളും, ടോട്ടൽ 12 മക്കൾ. യൂസുഫ് അലിഹിസ്സലാം അടക്കമുള്ള 12 മക്കൾ, യൂസുഫ് അലിഹിസ്സലാം ബിന്യാമീൻ അടക്കമുള്ള ഈ 12 മക്കളുടെ സന്താന പരമ്പരകളാണ് ബനു ഇസ്രായേലുകാർ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഇന്ന് ഇസ്രായേലിലൊക്കെ ജീവിക്കുന്ന ജൂതന്മാരും ഇന്നത്തെ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷവും ആ വർഗത്തിൽപ്പെട്ടവരാണ്, ആ വംശത്തിൽപ്പെട്ടവരാണ്. അറബികൾ ഇസ്മായിൽ വംശത്തിൽപ്പെട്ടതുപോലെ ഇവർ ബനു ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവരാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നബിമാരെ അയക്കപ്പെട്ട ഒരു വംശമാണ് ബനു ഇസ്രായേലുകാർ. ഏറ്റവും കൂടുതൽ രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു ജനതയാണ് ബനു ഇസ്രായേലുകാർ. ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ ഫലസ്തീന്, അതുപോലെ തന്നെ ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് നമ്മൾ പറയാൻ പാടില്ലല്ലോ, എന്നാലും പറയാം, ഇസ്രായേല്, ജോർദാന്, ലബനാന് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉള്ളത് ഈ ബനു ഇസ്രായേൽ വർഗത്തിൽ പിറന്ന ആളുകളാണ്. ഒരുപാട് രാജാക്കന്മാരും നബിമാരൊക്കെ വന്നിട്ടുള്ള, നമുക്കറിയാവുന്ന ഇബ്രാഹിം യാക്കൂബ് അലൈഹി ഇസ്ലാം, യൂസുഫ് അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം, സുലൈമാൻ അലൈഹി ഇസ്ലാം, മൂസ, ഐസ, അങ്ങനെ കണ്ടമാനം നബിമാർ വന്ന ഒരു ജനതയാണ് ഈ പറയുന്ന ബനു ഇസ്രായേലുകാർ. അപ്പൊ ആ ബനു ഇസ്രായേലുകാരെ പറ്റിയുള്ള പരാമർശമുള്ളതിന്റെ പേരിൽ ഈ സൂറത്ത് ബനി ഇസ്രായേൽ എന്നും പേരുണ്ട്. 3ാമത് ഈ സൂറത്തിനുള്ള പേര് സൂറത്ത് സുബ്ഹാൻ എന്നാണ്. സൂറത്ത് സുബ്ഹാൻ അങ്ങനെ പേര് ഈ സൂറത്തിന് കിട്ടാൻ കാരണം ഈ സൂറത്തിന്റെ തുടക്കം കുറിക്കുന്ന സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാണ്. സുബ്ഹാനല്ലാഹ് നമ്മൾ പറയില്ലേ, അത്തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഈ സൂറത്ത് ആരംഭിക്കുന്നുണ്ട്. ഹംദ് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ഏതാ? അൽ കഹ്ഫ്. കഹ്ഫ്. പിന്നെ ഹംദ് കൊണ്ട് ആരംഭിക്കുന്ന വേറെ സൂറത്ത് ഏതാ? നമ്മളെപ്പോഴും ഓടുന്ന സൂറത്ത് ഏതാ? ഫൈസൽക്ക ഫാത്തിഹ. അല്ലാഹു അക്ബർ കൊണ്ട് സൂറത്തൊന്നും തുടങ്ങുന്നില്ല, ബിസ്മിയാണ്. പിന്നെ സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ. ഖൈർ ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് ഇറങ്ങിയ സന്ദർഭത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ
ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. ആ വർഷത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് പറയുക. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചാൻ തോന്നുന്നു. എന്തുകൊണ്ട് ആ വർഷത്തിന് ദുഃഖവർഷം എന്ന് പേരിട്ടാൻ കാരണം, ഖദീജ ബി മരണപ്പെട്ട്, പിന്നെ രണ്ടാൾ മരണപ്പെട്ട്. ഖദീജ ബി നബിതങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും സപ്പോർട്ട്, സാമ്പത്തികമായിട്ട് റസൂലുള്ളാഹിക്ക് ഏറ്റവും കൂടുതൽ. അബൂ ത്വാലിബും മരണപ്പെട്ട വർഷം. അപ്പൊ ഇവർ രണ്ടുപേരും മരണപ്പെട്ടതോടുകൂടി നബിതങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ട്. കാരണം വീട്ടിൽ 4 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അവരെ നോക്കാൻ ഒരു ഉമ്മയില്ല. നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത ഹാഷിം കുടുംബത്തിന് നേതാവായ അബൂ ത്വാലിബില്ല. അബൂ താലിബ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടായിരുന്നു പ്രവാചകനെ മക്കത്തുള്ള ഖുറൈശികൾക്കും മുഷ്രികൾക്കും ഉപദ്രവിക്കാൻ സാധിക്കാതിരുന്നത്. അബൂ താലിബ് മരണപ്പെട്ടതോടുകൂടി നബിതങ്ങളെയും സഹാബാക്കളെയൊക്കെ പരസ്യമായിട്ട് മക്കത്തെ ഖുറൈശികൾ പീഡിപ്പിക്കാൻ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. നബിതങ്ങൾ വീട്ടിലും ഒറ്റപ്പെട്ട്, പുറത്തിറങ്ങിയാലും ഒറ്റപ്പെട്ട്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ആ വർഷം ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും വിഷമമോ ദുഃഖമോ ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൊണ്ട് ഒരു ടൂറ് പോകും. ടൂറ് പോകുന്നതിനാണ് മാനസികമായിട്ടൊരു സംതൃപ്തി ഉണ്ടാകാൻ, ഒരു റാഹത്ത് ഉണ്ടാവാൻ, അല്ലേ? അതിനുവേണ്ടി നമ്മൾ ടൂറ് പോകും. അല്ലാതെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന സമയത്തല്ല പോകേണ്ടത്. അപ്പൊ ആ രീതിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഒരു യാത്ര കൊണ്ടുപോയതാണ്, ടൂറ് കൊണ്ടുപോയതാണ്. ആ യാത്രയുടെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ്? ആ യാത്രയിൽ കൂടി നബിതങ്ങൾക്ക് മാനസികമായിട്ട് ശക്തി പകരാനാണ്. ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മക്കയും പരിസരം മാത്രമേ കണ്ടിട്ടുള്ളൂ. നബിതങ്ങൾ മസ്ജിദുൽ അഖ്സ അതിനു മുമ്പ് കണ്ടിട്ടില്ല. അതിനു മുമ്പ് നബിതങ്ങൾ ഫലസ്തീനിലേക്ക് യാത്ര പോയിട്ടില്ല. സിറിയയിലേക്ക് കച്ചവടത്തിനൊക്കെ പോയിട്ടുണ്ട്. ഫലസ്തീനിലേക്ക് അന്നേവരെ പോയിട്ടില്ല. ആ ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള മസ്ജിദുൽ അഖ്സ കാണിച്ച്, നബിതങ്ങൾ നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാർ ഉണ്ടാക്കി വെച്ചതാണ് ഈ മസ്ജിദുൽ അഖ്സ. അങ്ങക്ക് അവിടെ മസ്ജിദുൽ ഹറാം, കഅബയിൽ ഉള്ളതുപോലെ ഇവിടെ മസ്ജിദുൽ ഹറാം ഉണ്ട് എന്ന് മാത്രമല്ല, നബിതങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നിരിക്കുന്ന എല്ലാ നബിമാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് സാക്ഷിയായി കൊണ്ട് കണ്ടു. ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശത്തിലേക്ക് കൊണ്ടുപോയി. ഓരോ ആകാശത്ത് വെച്ചും ഓരോ നബിമാരെ കണ്ടുമുട്ടി. അവരോട് നബിതങ്ങൾ സംസാരിച്ചു. സംസാരിക്കുന്ന സമയത്ത് നബിതങ്ങൾക്ക് മാനസികമായിട്ട് ധൈര്യം കിട്ടുകയല്ലേ? കാരണം ഇവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഇന്ന് അവരെത്തിയിരിക്കുന്ന സ്വർഗമൊക്കെ നബിതങ്ങൾ നേരിട്ട് കാണുകയില്ല. സ്വർഗം കണ്ടു, നരകം കണ്ടു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കണ്ടു, നരകത്തിലെ പലതരത്തിലുള്ള ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷകൾ കണ്ടു. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ലഭിക്കുന്ന ശിക്ഷയൊക്കെ ആ യാത്രയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ഏതായിരുന്നു നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ശിക്ഷ? മുമ്പൊരു ഹദീസിൽ നമ്മൾ പറഞ്ഞാണ്, ഒരു മനുഷ്യനെ കടത്തും, ഒരു പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു മലക്ക് അവന്റെ തലയിലേക്ക് പാറക്കല്ലിടും, അവന്റെ തല പൊട്ടിച്ചിതറും, ആ കല്ല് ഉരുണ്ടുപോകും. ആ മലക്ക് വീണ്ടും പോയിട്ട് കല്ല് എടുത്തിട്ട് വരും, വീണ്ടും ആ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ഇടും, തല പൊട്ടിച്ചിതറും, ആ കല്ലുരുണ്ടു പോകും. മലക്ക് വീണ്ടും വരും, പാറക്കല്ലെടുത്തിട്ട് ഈ മനുഷ്യന്റെ തലയിലിടും, തലയും തലച്ചോറും പൊട്ടിച്ചിതറും, കല്ലുരുണ്ടു പോകും, കല്ല് വീണ്ടും എടുത്തുകൊണ്ട് വരും. പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ശിക്ഷിക്കും. നബിതങ്ങൾക്ക് ഇത് കണ്ടിട്ട് പേടിയും ബേജാറായി. മാഹാദയ ജിബിരി, ജിബിരി ഇത് എന്താണെന്ന് ചോദിച്ചു. നബിതങ്ങളോട് പറയപ്പെട്ടു, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്. വേറൊരു മനുഷ്യൻ കിടക്കുന്നു, അയാളുടെ തൊട്ടടുത്തായിക്കൊണ്ട് ഒരു മലക്ക് നിൽക്കുന്നു. ആ മലക്കിന്റെ കയ്യിൽ നമ്മൾ അരിച്ചാക്കൊക്കെ വലിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പിന്റെ കൊളുത്തില്ലേ, ആ കൊളുത്ത് ഉപയോഗിച്ചുകൊണ്ട് വായ മുതൽ ചെവി വരെയും, മൂക്ക് മുതൽ ചെവി വരെയും, കണ്ണു മുതൽ ചെവി വരെയും കീറപ്പെടുന്നു. നബിതങ്ങൾ ചോദിച്ചു, എന്താണ് ജിബ്രീൽ? നബിതങ്ങൾ ചോദിക്കുന്ന സമയത്തും ആ മലക്ക് ആ മനുഷ്യന്റെ താഴെ നിലത്ത് കിടക്കുന്ന മനുഷ്യന്റെ ഇടത് ഭാഗത്ത് വരുന്നു. അതുപോലെ ഇടത് ഭാഗത്തെ കവിളും വായ മുതൽ ചെവി വരെയും, മൂക്ക് മുതൽ ചെവി വരെയും, കണ്ണു മുതൽ ചെവി വരെയും ഇങ്ങനെ വലിച്ചു കീറുന്നു. വീണ്ടും ഇടത് ഭാഗത്തേക്ക് വരുന്നു. ഇടത് ഭാഗം പഴയ സ്ഥിതിയിലായിട്ടുണ്ട്. ആ ഭാഗത്ത് വീണ്ടും ശിക്ഷിക്കുന്നു. ഇങ്ങനെ സ്ഥിരമായ ശിക്ഷകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നബിതങ്ങളോട് പറയപ്പെട്ടു, കളവ് പറയുന്നത് പതിവാക്കിയ മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അതിന്റെ പേരിൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്. അപ്പൊ ഈ രീതിയിൽ നമസ്കാരം ഉപേക്ഷിക്കുക, കളവ് പറയുക, അങ്ങനെ ഓരോരോ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കണ്ടു. ആ യാത്രയിൽ ഒടുക്കത്തിൽ ഏയാനാകാശത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുമായിട്ട് സംസാരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ യാത്രക്കൊടുവിൽ നബിതങ്ങൾക്ക് കൊടുത്ത സമ്മാനമായിരുന്നു നമസ്കാരം. അപ്പോ അങ്ങനെ ഒരു നമസ്കാരം കൊടുത്തതിന്റെ പിറകിലുള്ള ഉദ്ദേശം എന്താ ഫൈസൽക്ക? കൂലി കിട്ടാനല്ലല്ലോ. അങ്ങനത്തെ ഒരു യാത്ര കൊണ്ടുപോയതിന്റെ ഉദ്ദേശം വേറെ ആണല്ലോ. എന്താ അഷ്റഫ്ക?
യാത്ര കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണോ അതാണ് നിസ്കാരത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. ആരെന്തു പറഞ്ഞില്ല? സമാധാനാണ്, കൂലി കിട്ടലല്ല, മാനസിക സമാധാനം കിട്ടുക. പലതരം കാര്യങ്ങളിൽ നിന്നുള്ള മാനസിക സമാധാനം കിട്ടുക. ടെൻഷൻ അടിക്കുന്ന ഒരാൾക്ക് മനസ്സിന് സമാധാനം കിട്ടണം. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് മാനസിക സംതൃപ്തിയും റാഹത്തും കിട്ടണം. ഒരു നിസ്കാരം കഴിയുമ്പോൾ തന്നെ റബ്ബുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചതിൻ്റെ ഒരു മാനസിക സംതൃപ്തി കിട്ടണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊണ്ടുപോകുന്ന ഏത് അവസ്ഥയിലാണ്? ഭാര്യ മരണപ്പെട്ടു, എളാപ്പ മരണപ്പെട്ടു, ആ രീതിക്ക് ഒറ്റപ്പെട്ടു, പല രീതിയിലുള്ള പ്രയാസങ്ങളും കാഠിന്യങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നു. ആ സമയത്ത് ഒരു ടൂർ, ഒരു മാനസിക സംതൃപ്തി കിട്ടാനല്ലേ യാത്ര കൊണ്ടുവന്നത്. അങ്ങനെ മാനസിക സംതൃപ്തിക്ക് വേണ്ടിയുള്ള ടൂറിന്റെ എൻഡിലാണ് എന്ത് കൊടുക്കുന്നത്? നിസ്കാരം കൊടുക്കുന്നത്. അപ്പൊ നിസ്കാരം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടും എന്നാഗ്രഹിച്ചിട്ടും ചെയ്യേണ്ട ഒരു കർമ്മമല്ല. മറിച്ച് നമ്മളെ റബ്ബുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈം. കാരണം ഇതെപ്പോഴാണ് കൊടുക്കുന്നത്? അള്ളാഹുമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്നാണ്. ഹദീസുകളിലൊന്നും അള്ളാഹുവിനെ നബിതങ്ങൾ കണ്ടു എന്ന് കാണുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ വരെ പോയി അള്ളാഹുമായിട്ട് സംസാരിച്ച് മടങ്ങി വന്നു എന്നുള്ളത്. മുനാജാത്ത് എന്ന അറബി പദമാണ് അതിൽ ഉപയോഗിച്ചത്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് സംസാരിക്കുക. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കലാണ്. അത് നിസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയത്തുകളും അദ്കാറുകളൊക്കെ നോക്കിയാൽ കൃത്യം മനസ്സിലാവും. നിസ്കാരത്തിൽ കൈയിട്ട് നമ്മൾ തുടക്കം തന്നെ വജ്ജഹത്തു വജ്ഹിയ ലല്ലദീ ഐ കെയിം ടു യു ടു ഫേസ് യു എന്നാണ് പറയുന്നത്. നിന്റെ മുമ്പിൽ നീയുമായിട്ട് ഫേസ് ടു ഫേസ് നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം, ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പടച്ചവനായിട്ട് സംസാരിക്കലാണ്. അപ്പൊ റബ്ബുമായിട്ട്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുമായിട്ട് നമുക്ക് കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈമാണ് നിസ്കാരം. കുറെ ടെൻഷൻ അടിച്ചാൽ എന്ത് ചെയ്യും ഫൈസൽക്ക? കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും? ചിലപ്പം ഭാര്യയോട് പറയും, ഓളെ പിടിച്ചിരുത്തിയിട്ട് ഭാര്യയോട് പറയും, മക്കളുടെ കാര്യമൊക്കെ ആണെങ്കിൽ. വേറെ എന്തെങ്കിലും കച്ചവടത്തിലൊക്കെ ഉള്ള ടെൻഷൻ കാര്യമൊക്കെ ആണെങ്കിൽ ചങ്ങായിനെ കൂട്ടിയിട്ട് ചായ പിടിക്കാൻ പോകുന്നറിയും, എന്നിട്ട് അവനോട് പറയും അല്ലേ. അത് നമ്മളൊരിതാണ്. അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ ഫോൺ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും അല്ലേ സുജിർക്ക? അങ്ങനെ ഫോൺ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. ആരോടേക്ക് പറഞ്ഞ ഒരു സമാധാനം കിട്ടുന്നുള്ളത് ഇതേ രീതിയാണ്. ആ ചങ്ങായിനോട് പറയുമ്പോഴും ഭാര്യയോട് പറയുന്നതിനേക്കാൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി, റാഹത്ത് നമുക്ക് നിസ്കാരത്തിൽ കിട്ടണം. അങ്ങനെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം ശരിയില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത് ഖുർറത്തു ഐനി ഫി സ്വലാ, എനിക്ക് ഭയങ്കര മാനസിക റാഹത്ത്, എൻ്റെ കണ്ണ് കുളിര് കൂടുന്നത് നിസ്കാരത്തിൽ നിന്നാണ് പറഞ്ഞത്. കണ്ണിന് കുളിര് കൂടിയപ്പോഴാ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കാണുന്ന സമയത്ത്. ചിലപ്പോൾ മക്കൾക്കോ ഭാര്യക്കോ നമ്മൾ സന്തോഷമുള്ള കാര്യം ഭാര്യയിൽ നിന്ന് മക്കളെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടായ ഭയങ്കര സന്തോഷം. അന്നേരം കണ്ണിനൊരു കുളിരുണ്ടാവും, അത് സുറുമട്ട പോലെ ഒരു കുളിര്. ഇപ്പൊ നബിതങ്ങൾ പറഞ്ഞത് എൻ്റെ കണ്ണിന്റെ കുളിര് നിസ്കാരത്തിലാണെന്നാണ്. അപ്പൊ നിസ്കാരത്തിന്റെ ഉദ്ദേശം ലക്ഷ്യം അതാണ്. ഖൈറു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ, ഒരുവൻ പരിശുദ്ധനായിരിക്കുന്നു. എങ്ങനെയുള്ള ഒരുവനാണ്? അസ്റാ ബിഅബ്ദിഹി, അവൻ അവന്റെ അടിമയെ കൊണ്ട് രാത്രി പ്രയാണം നടത്തി. ലൈലൻ, ഒരു പാതിരാവ് സമയത്ത്, മിനൽ മസ്ജിദുൽ ഹറാമി, മക്കത്തുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സയിലേക്ക്. സുബ്ഹാന, തസ്ബീഹ്. നമ്മുടെ ദിവസമുള്ള ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളിലൊന്നാണ് സുബ്ഹാനല്ലാഹ്. നിസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് പറയൽ സുന്നത്താണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നബിതങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടി ഒരു സേവകനെ ചോദിച്ചപ്പോൾ നബിതങ്ങൾ തിരിച്ച് മറുപടിയെ പഠിപ്പിച്ചു കൊടുത്തത്, ഫാത്തിമ നീ ഉറങ്ങാൻ കിടക്കുന്ന മുമ്പായിട്ട് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ പറയാം. കാരണം അള്ളാഹുവിനെ സ്തുതിക്കുന്നോളം മനസ്സിന് സമാധാനം കൂടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്ർ പറയുന്നതിൽ കൂടിയല്ലാതെ പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് മാനസിക സമൃദ്ധി കിട്ടുക എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പോൾ ദിക്റുകൾ പറയുന്നതനുസരിച്ച് മാനസിക ടെൻഷൻ കുറയും. സുബ്ഹാനല്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിനെ സെപ്പറേറ്റ് ആക്കലാണ്, അള്ളാഹുവിനെ മാറ്റലാണ്. അള്ളാഹ്ക്ക് ഒരു കുറവുമില്ല, അള്ളാഹുവിന് ഒരു ന്യൂനതയില്ല, അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു ഏറ്റവും ഉന്നതനാണ്.
എന്ന് വായ്ത്തലാണ്, എന്ന് പുകയ്ത്തലാണ്. നിബിധങ്ങൾ സ്ഥിരമായി ചെല്ലാറുള്ള ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റിന്റെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട 4 ദിക്റുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. രാവിലെയും വൈകുന്നേരവും 100 തവണ പതിവായിട്ട് മഹാന്മാരായ ഉലമാക്കൾ അത് ചെല്ലുമായിരുന്നു. ഏതുപോലെ 100 തവണ സലാത്തും 100 തവണ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് 100 തവണ ചെല്ലും. മഹാന്മാരായ ഉലമാക്കൾക്ക്, സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന ചില ഔറാദുകളുണ്ട്. ഔറാദുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടങ്ങാതെ ഒരു ചെയ്യും, മുടങ്ങാതെ ചെയ്യും. പഴയ വരുമ്പം ഉമ്മ ഉമ്മാൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ കണ്ട കാര്യം, ഒരു മുടങ്ങൂല. അപ്പൊ അതെന്തായെന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 100 തവണ അവർ ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് 100 തവണ ചൊല്ലും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 തവണ ചൊല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗം വിജനമായ ഭൂമിയാണ്. ആ സ്വർഗത്തിലേക്ക്, നിങ്ങളുടെ സ്വർഗത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളെ വെച്ച് പിടിപ്പിക്കേണ്ടവർ നിങ്ങളാണ്. നിങ്ങൾ ഓരോ തവണയും സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്കായി ഒരു മരം സ്വർഗത്തിൽ കുഴിച്ചിടപ്പെടുന്നതാണ്. സ്വർഗത്തിലെ മരത്തിനെ പറ്റി പലപ്പോഴും പല ആയത്തുകൾ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലവർഗ്ഗങ്ങൾ തൊട്ടടുത്തായിക്കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന സ്വർഗത്തോപ്പുകൾ, ആ സ്വർഗത്തോപ്പുകളിലുള്ള മരങ്ങളാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാന സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ ഗുഫിറത് ലഹു ദുനൂബുഹു, അവന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അവൻ കടലിലുള്ള നുരയേക്കാൾ അധികം തെറ്റുകൾ ചെയ്താലും. കടലിൽ എത്ര നുര ഉണ്ടാവും? പത, കടൽ തിരമാലല്ലേ, കടലിൽ നിന്ന് എത്ര വലുതാണ്? ഭൂമിയിലെ ഏകദേശം 71% കടലാണ്. ഭൂമിയിൽ 71% കടൽ, അതെത്ര വലുതാണ്? ആ കടലിൽ എത്ര പതയുണ്ടാവും? ആ പതയേക്കാൾ കൂടുതൽ തെറ്റുകളും കുറ്റങ്ങളും ഒരു മനുഷ്യൻ ചെയ്താലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ അത് പറഞ്ഞിട്ടാണ്, സുബ്ഹാന എന്ന പദം പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാമു ഹത്താ യഖറ ബനി ഇസ്രായീൽ വസ്സുമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇസ്രാവും സൂറത്തുൽ സുമറും പാരായണം ചെയ്യാതെ ഒരു ദിവസം കിടന്നുറങ്ങുമാർ ഉണ്ടായിരുന്നില്ല. സൂറത്തുൽ ഇഖ്ലാസ് അല്ല കേട്ടോ, ഈ സൂറത്ത് ഏകദേശം 10ഓളം പേജ് ഉണ്ട്. സൂറത്തുൽ സുമർ എന്ന് പറയുന്ന സൂറത്ത് ഏകദേശം ഖുർആന്റെ ലാസ്റ്റ് ഭാഗത്താണ് ആ സൂറത്തുള്ളത്. അതും ഏകദേശം 8-10ഓളം പേജ് ഉണ്ട്. അപ്പൊ ആ 2 സൂറത്ത് മോദിയിട്ട് മാത്രമേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൗറാത്തിൽ മുഴുവനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങൾ ഈ സൂറത്തിലെ 22 മുതൽ 33 വരെയുള്ള ആയത്തുകളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. തൗറാത്തിന് മുഴുവനായി പകരമായിട്ട് മതിയാവുന്നതാണ് ഏത് സൂറത്ത്? സൂറത്തു ബനു ഇസ്രായേൽ. അതുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഇത് പാരായണം ചെയ്തത്. ഖൈർ, അള്ളാഹു പറയുകയാണ്, അസ്റാ ബി അബ്ദിഹി, അള്ളാഹു അവന്റെ അടിമയെ കൊണ്ട് രാത്രി പ്രയാണം നടത്തി. ഇവിടെ അസ്റാ ബി മുഹമ്മദ് എന്ന് പറഞ്ഞില്ല, തന്റെ അടിമയെ കൊണ്ട് രാത്രി പ്രയാണം നടത്തി എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്തുകൊണ്ടാണ് അടിമ എന്ന് പറയാൻ കാരണം? നബിതങ്ങളെ പറ്റി മുഹമ്മദ് എന്നോ റസൂൽ എന്നൊന്നും പറയാതെ ഇവിടെ അടിമ എന്ന് പറയാൻ കാരണം എന്താ? പറയുന്നത് അനുസരിക്കുന്നുണ്ട്. ഒരു യാത്ര പ്രയാണം നടത്തിയതിന് ശേഷം, അതൊരു അത്ഭുത സംഭവം നടന്നതിന് ശേഷം ഇത് പറയുന്നത് ചില്ലറ കാര്യമാണോ? അന്നത്തെ കാലത്ത് ഒരാൾക്ക് മക്കത്ത് നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 40 ദിവസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം. ഇന്നും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വേണ്ടി വരില്ലേ? ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ. പോരാത്തിന് ഇവിടെ ലൈലൻ എന്നാ പറഞ്ഞത്. ലൈലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചത് മുതൽ പിറ്റേന്ന് സുബഹി വരെയുള്ള അത്രയും സമയമൊന്നും എടുത്തിട്ടില്ല. മറിച്ച് രാത്രി ആളുകൾ ഉറങ്ങുന്ന ആ ടൈമില്ലേ, അത് മാത്രമാണ് എന്ത് ചെയ്തത്, ഈ യാത്രക്ക് വേണ്ടി വന്നത്. മക്കത്ത് നിന്ന് ഫലസ്തീനിലേക്ക് പോകാനും ഫലസ്തീനിൽ നിന്ന് ഏഴാനാകാശം വരെ പോയി മടങ്ങി വരാനും ആ ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് അബുദ് എന്ന് പറയാൻ കാരണം? അബുദ് എന്ന് പറയാൻ കാരണം അടിമ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മനുഷ്യൻ,
അദ്ദേഹം ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത്ഭുതകരമായ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അദ്ദേഹം ഇപ്പോഴും അടിമ തന്നെയാണ്. അദ്ദേഹത്തിന് എന്തില്ല? ദിവ്യത്വമില്ല. അദ്ദേഹം ഇപ്പോഴും അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുത കാര്യം ഉണ്ടായാൽ മതി, അയാൾ പിന്നെ ദൈവമായി മാറും. അത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് അത്ഭുതം കാണിക്കുന്നു. ഒന്നാരാണ്? മാജിക്കന്മാർ. ഒരു ഞാൾ ദൈവമാണെന്നൊന്നും പറയില്ല. ആ കാര്യത്തിലാണ് നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ട മാജിക്കാനില്ല, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? മുതുകാട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഈ ട്രിക്സുകൾ വെച്ചിട്ട് എനിക്ക് ദൈവത്വം അവകാശവാദം പറയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യൂല. അത് ഒരു എത്ര നല്ല കാര്യം ഒപ്പർ പറഞ്ഞത്. കാരണം ഇത്തരം ചെറിയ ചപ്പടി വിദ്യകൾ കാണിച്ചിട്ട് ഞാൻ ദൈവം എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്. സായിബാബ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ ഹെയ്റ്റ് സ്പീച്ച് ആയി പോകണല്ലേ. അദ്ദേഹം എന്ത് ചെയ്യും? വായിൽ നിന്ന് എന്ത് ചെയ്യും? ലഡു എടുത്ത് പുറത്തിടും, കണ്ടി എടുത്ത് പുറത്തിടും, അല്ലെ മാലെടുത്തിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കും, അങ്ങ് വരുന്നവർക്കൊക്കെ കൊടുക്കും. മാജിക്കാണ് ശരിക്കും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി നെഹ്റു പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിന്റെ കാലത്ത് അറിയപ്പെട്ട ഇങ്ങനൊരു ഒരു 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 ഇത് നമ്മളെ കേരള സൗത്ത് ഇന്ത്യയിൽ ഇത് കുറവാണ്, കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാരായുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ അധികം ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത സാധുക്കളായ മനുഷ്യന്മാരല്ലേ. അവിടെയൊക്കെ ഇവരുടെ ഘോഷയാത്രയാണ്. ഓരോ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ഓരോ ദൈവന്മാരുണ്ടാവും. അവരിങ്ങനെ കുറെ മാജിക് ഒക്കെ കാണിച്ചിട്ട് മാലെടുത്ത് കൊടുക്കും, മോതിരെടുത്ത് കൊടുക്കും. അപ്പൊ തന്നെ വരുന്ന ആളുകളൊക്കെ ഇവരുടെ മുമ്പിൽ കുമ്പിടും. അതിൽ സന്യാസിമാരുണ്ട്, ആരൊക്കെ ഉണ്ട്? തങ്ങൾമാരുണ്ട്, ഖോജമാരുണ്ട്, ബീവിമാരുണ്ട്, പലരും ഉണ്ട്. അപ്പൊ അന്ന് നെഹ്റുവിന്റെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഡൽഹിയിൽ. അപ്പോൾ നെഹ്റു പറഞ്ഞു, നമ്മളെ രാജ്യത്തിൽ കാര്യമായിട്ട് വലിയ ദാരിദ്ര്യമുണ്ട്, നിങ്ങൾ ആ ദാരിദ്ര്യം മുഴുവൻ മാറ്റിത്തരണം. ഇവിടെ ഒരുപാട് അരിയുടെ കുറവുണ്ട്, അത് നിങ്ങൾ മാറ്റിത്തരണം. ഇവിടെ ഒരുപാട് ഗോതമ്പിന്റെ ആവശ്യമുണ്ട്, അത് നിങ്ങൾ മാറ്റിത്തരണം. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നെഹ്റു പറഞ്ഞ എത്ര കറക്റ്റാണ്. നെഹ്റു പറഞ്ഞ എത്ര കറക്റ്റാണ്. അതാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കോജവിദ്യകൾ കാണിച്ച് ദിവ്യത്വം പറയുന്ന എല്ലാ സ്വാമിമാരോടും എല്ലാ തങ്ങന്മാരോടും പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾക്കൊരു കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ വലിയ ദൈവമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ നാട്ടിലത്തെ ദാരിദ്ര്യമൊക്കെ മാറ്റിക്കളി, നമ്മളെ നാട്ടിലെല്ലാവരും പൈസക്കാരാക്കുക. ഖൈർ. അപ്പൊ അബ്ദ് എന്ന് പറയാൻ കാരണം ഇത്രയും ഒരു അത്ഭുത നബിതങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലും അള്ളാഹുവിന്റെ അടിമയാണ്, ദൈവാവൂല. ബിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ ഹറാം മക്കത്തുള്ള ആ പള്ളിയാണ്. ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റിലും അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാത്തിന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ യാത്രയിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ടുപോയത്. ഇന്നഹു ഹുവ സമീഉൽ ബസീർ. അള്ളാഹു നന്നായി കേൾക്കുന്നവനും അള്ളാഹു നന്നായി കാണുന്നവനുമാണ്. ഖുർആനിൽ ഉപയോഗിക്കുന്ന ഈ രീതിയിലുള്ള അസ്സമിയാണ്, അള്ളാഹു നന്നായി കേൾക്കുന്നവനാണ്, കാണുന്നവനാണ് എന്നുള്ള പദപ്രയോഗം ഒന്നും വെറുതെ പറയുന്നില്ല. ഇവിടെ ഈ ആയത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? മുഹമ്മദ്, നീ മാനസികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നിന്റെ ഭാര്യ മരണപ്പെട്ടതിന്റെ പേരിൽ, നിന്റെ അളാപ്പ മരണപ്പെട്ടതിന്റെ പേരിൽ നിനക്ക് വലിയ മാനസിക വിഷമമുണ്ട്, നീ വലിയ കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ അവസ്ഥകൾ നന്നായി ഞാൻ കേൾക്കുകയും നന്നായി ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുക. അത് അള്ളാഹുവിന് നന്നായി അറിയുന്നത് കൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രീതിക്കുള്ള ഒരു യാത്രയെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത് എങ്ങോട്ടൊക്കെ? മസ്ജിദുൽ അഖ്സയിലേക്ക്. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്രാ യാത്ര നടത്തുന്ന സമയത്ത് മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങൾ അണ്ടറിലല്ലായിരുന്നു. മസ്ജിദുൽ ഹറാം മുസ്ലിമീങ്ങൾ അണ്ടറിലല്ലായിരുന്നു. മസ്ജിദുൽ ഹറാമിൽ മക്കത്തെ ഖുറൈശി മുശ്രിക്കുകളുടെ വിഗ്രഹാരാധനയായിരുന്നു നടക്കുന്നത്. മസ്ജിദുൽ അഖ്സ അത് അന്നത്തെ കാലത്തെ റോമൻ ഭരണാധികാരികളുടെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്രയിൽ കൂടി അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ കൈകളിൽ കൂടി ഈ രണ്ട് പള്ളിയും ഇസ്ലാമിന്റെ അണ്ടറിൽ വരാൻ പോവുകയാണ്. നബിതങ്ങളുടെ ഹിജ്റയുടെ 8ാം വർഷത്തിൽ നബിതങ്ങളുടെ കയ്യിൽ കൂടി കാബാലി മസ്ജിദുൽ ഹറാം ക്ലീനായി. അവിടെ എല്ലാവിധ ശിർക്കുകളും ക്ലീനായി. അവിടെ എല്ലാവിധ വിഗ്രഹങ്ങളും തച്ചുടക്കപ്പെട്ടു. നബിതങ്ങൾ അവിടെ നിസ്കാരം പുനരാരംഭിച്ചു. ആ നബിതങ്ങളുടെ 2ാമത്തെ അനുയായിയായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ റോമക്കാരുടെ കയ്യിൽ നിന്ന് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വന്നു. മസ്ജിദുൽ അഖ്സ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും നിർഭയത്വമുള്ള മണ്ണായി, പ്രദേശമായി മാറിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിമീങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണ്.
മസ്ജിദുൽ അഖ്സ 3 പ്രധാനപ്പെട്ട മതാനുയായികളുടെ പുണ്യഭൂമിയാണ്. മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന മസ്ജിദുൽ അഖ്സ അവിടെ ഉണ്ട്. ജൂതന്മാർ വളരെ പവിത്രമായി കാണുന്ന പല സിനഗോഗുകൾ അവിടെ ഉണ്ട്. ക്രിസ്ത്യാനികൾ വളരെ പവിത്രമായി കാണുന്ന ഈസാ അലൈഹി ഇസ്ലാം ജനിച്ച, ഈസാ അലൈഹി ഇസ്ലാമിനെ കുരിശിലേറിയ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമായി പ്രധാനപ്പെട്ട എല്ലാ ചരിത്ര അവശേഷിപ്പുകളും അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്തെ എല്ലാ മതങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിജപ്പെടുത്തിയത്, നിയമപ്പെടുത്തിയത് മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടത്തിലാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയപ്പെടാറുണ്ട്, മാ സാഫർ ഉമർ ബിൻ ഖത്താബ് ഇല്ലാ ഇലൽ മസ്ജിദുൽ അഖ്സ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈജിപ്ത് ഇസ്ലാമിന്റെ അണ്ടറിലായത്, ഫലസ്തീൻ ഇസ്ലാമിന്റെ അണ്ടറിലായത്, ലബനാൻ ഇസ്ലാമിന്റെ അണ്ടറിലായത്, ജോർദാൻ ഇസ്ലാമിന്റെ അണ്ടറിലായത്, സിറിയ ഇസ്ലാമിന്റെ അണ്ടറിലായത്, ഇങ്ങനെ ഇറാഖ്, ഇറാൻ എന്ന് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിന്റെ അണ്ടറിൽ വന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷേ അതിൽ ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് പോയത് ഈ പറയുന്ന ഫലസ്തീനിലേക്ക് മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ പോയിട്ടില്ല, പിരമിഡ് കണ്ടിട്ടില്ല, നൈൽ നദി കണ്ടിട്ടില്ല, ഇറാഖ് പോയിട്ടില്ല, യൂഫ്രട്ടീസ് നദി കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു താൻ കീഴടക്കിയ ഒരു രാജ്യം പോയി ഭരണാധികാരി എന്ന രീതിയിൽ നിബിധങ്ങൾ പോയി കണ്ടത് ഫലസ്തീൻ മാത്രമാണ്. അതും യുദ്ധമില്ലാതെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ പ്രദേശം കീഴടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ പറയും? അതായത് അന്നത്തെ റോമൻ ഭരണാധികാരികളുടെ അണ്ടറിലുള്ള പ്രദേശമായിരുന്നു ഇത്. ആ പ്രദേശം എങ്ങനെയായിരിക്കും യുദ്ധം ഇല്ലാതെ ഇസ്ലാമിന്റെ അണ്ടറിൽ വന്നത്? ഈജിപ്ത് ഒന്നും യുദ്ധം കൂടിയിട്ടല്ല ഇസ്ലാമിന്റെ അണ്ടറിൽ വന്നത്, മറിച്ച് ചർച്ചകളിൽ കൂടിയാണ്. ചർച്ചകളിൽ കൂടി അവിടെയുള്ള ഭരണാധികാരികളായിട്ടുള്ള, അവിടുത്തെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ ആ പ്രദേശത്തിന്റെ ഭരണം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം മുസ്ലിമീങ്ങളെ ഏൽപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കറിയാം, ഞങ്ങൾ റോമൻ ഭരണകൂടത്തിന്റെ അണ്ടറിൽ തുടർന്നു പോകുന്നതിനേക്കാൾ ഞങ്ങൾ രാജ്യത്ത് നിർഭയത്വവും സമാധാനവും, ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും ഭക്ഷണങ്ങളും റേഷനും സൗകര്യങ്ങളും എല്ലാം വരിക മുസ്ലിം ഭരണാധികാരികളുടെ അണ്ടറിലാണെന്ന് ഇവർ മനസ്സിലാക്കി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് അന്നത്തെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാർ എഴുതി കൊടുത്തതായിരുന്നു. അവരുമായിട്ട് സന്ധി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത്. ഉമർ റളിയല്ലാഹു അൻഹു എത്രത്തോളം നീതിമാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന സമയത്ത് മസ്ജിദുൽ അഖ്സ ആകെ തകർന്നു കിടക്കുകയായിരുന്നു. അവിടെ ആളുകൾ ചപ്പും ചവറും ഇടുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലം ഉമർ റളിയല്ലാഹു അൻഹു വൃത്തിയാക്കി, ക്ലീനാക്കി. പക്ഷെ അവിടെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത്രത്തോളം മലീമസമായത് കൊണ്ട് അപ്പോഴുള്ള ക്രിസ്ത്യാനികളായിട്ട് ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച് നല്ല ക്ലീനാണ്. ഫലസ്തീനിലെ ക്രിസ്ത്യാനി പുരോഹിതന്മാർ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കൂടെ സഹാബാക്കളുണ്ട്, ഞങ്ങളുടെ ചർച്ച് നല്ല ക്ലീനാണ്, ഞങ്ങൾ ഇവിടെ വന്ന് എന്ത് ചെയ്തോ നിസ്കരിച്ചോളൂ, ഇവിടെ വന്ന് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഇല്ല, ഞാൻ നിസ്കരിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു ആ മസ്ജിദുൽ അഖ്സ ഉള്ള ആ സ്ഥലം ക്ലീനാക്കി ഫുൾ വൃത്തിയാക്കിയിട്ട് അവിടെ നിസ്കരിച്ചുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാ ആ ക്രിസ്ത്യൻ പള്ളി നിസ്കരിക്കാതിരുന്നത്? അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, അഥവാ ഭരണാധികാരിയായ ഉമർ എന്ന ഞാനെങ്ങാനും നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട പ്രദേശമാണെന്ന് പറഞ്ഞ് അവരെങ്ങാനും അവകാശവാദം പറയുകയും നിങ്ങളുടെ ക്രിസ്ത്യൻ പള്ളി അവരെങ്ങാനും കൈക്കലാക്കാൻ ശ്രമിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതുകൊണ്ട് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ പള്ളിയിൽ നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല. സന്ധ്യ ചെയ്തതിന് ശേഷം. ഉമർ റളിയല്ലാഹു എത്ര നീതിമാനാണ്! ഇന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണ്? മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുകയാണ്. അത് ഇന്ത്യയിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും ഒരുപോലെയാണ്. മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന, അത് നൂറ്റാണ്ട് കാലമായിട്ട് മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന പള്ളികൾ തകർക്കപ്പെടുക. അവിടെ ഞങ്ങളുടെ ക്ഷേത്ര എന്ന് പറയുക. ഇപ്പൊ ഫലസ്തീനിൽ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ആ പ്രദേശം ഇന്ന്, ഖുദ്സിന്റെ ആ പ്രദേശം മുഴുവൻ ഇന്ന് യുനെസ്കോയുടെ അണ്ടറിലുള്ളത്, UN-ന്റെ അണ്ടറിലുള്ളത്. പക്ഷെ UN-ന്റെ അണ്ടർ എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. ആ പ്രദേശം നശിപ്പിക്കുകയാണ് ഇസ്രായേലികൾ, സയനിസ്റ്റുകൾ. ഏറ്റവും കൂടുതൽ ആ സ്ഥലം തീരെ നിർഭയത്വമില്ലാത്ത, ഒരു സമാധാനം ഇല്ലാത്ത ഭൂമിയായി മാറാൻ കാരണം ഈ സയനിസ്റ്റുകൾ കയ്യിൽ വന്നതിന് ശേഷമാണ്. കഴിഞ്ഞ ദിവസം UN ഒരു വലിയൊരു ചർച്ചയും ഒരു വോട്ടെടുപ്പ് നടന്നു. എന്തായിരുന്നു മുന്നേ അത്? എന്താ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണോ വേണ്ടേ എന്ന് പറയുന്നൊരു ചർച്ച.
അതിൽ വോട്ടെടുപ്പ് വളരെ വിരോധാഭാസമാണ്. കാരണം 1900-ലെ 30-കളിലെയും 20-കളിലെയും ലോക മാപ്പ് എടുത്ത് ഒരാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫലസ്തീൻ എന്ന് എഴുതി വെച്ചൊരു പ്രദേശം കാണാൻ പറ്റും. അങ്ങനെ ഓൾറെഡി ഉള്ള ഒരു രാജ്യം, ഒരു പ്രദേശം എങ്ങനെ ഇല്ലാതാകുക? അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കണോ വേണ്ടേ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി 2025 സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെയാണ് UN പ്രധാനികളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുക? എന്ത് വിവരക്കേടാണ്, എന്ത് വിരോധാഭാസമാണ്! ഇതിനേക്കാൾ ഏറ്റവും വിവരക്കേട് വേറെ എവിടെ ഉള്ളത്? ഇപ്പൊ ഈ പള്ളിയിൽ ഇരുന്നിട്ട് മസ്ജിദുൽ മഅവ എന്നൊരു പള്ളി ഇവിടെ പണിയണമെന്ന് നമ്മൾ ചർച്ച ചെയ്യോ? ഓൾറെഡി ഉള്ളൊരു പള്ളിയല്ലേ. 1947 അങ്ങനെ ഒരു രാജ്യം ഇല്ലാതാവുന്നത്. ഒരു രാജ്യത്തിന്റെ അകത്തേക്ക് ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലെ ജൂതന്മാരെ ബ്രിട്ടന്റെ US നേതൃത്വത്തിൽ കൊണ്ടുവന്ന് അവരെ കുടിയിരുത്തി. അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ ആട്ടിയോടിച്ച്. ഭയങ്കര രസമാട്ടോ. അതായത് സജീർക്ക് ഉണ്ടാക്കിയ പുരണ്ടാവൂലേ, ആ പുരയിലേക്ക് ഒരു രാവിലെ വന്നിട്ട് ഒരു ജൂത ഫാമിലി വരും, അവരുടെ കൂട്ടത്തിൽ കുറെ പട്ടാളക്കാരും വരും. ഇവിടെ ഒഴിഞ്ഞു തരണം പറയും. സജീർക്ക് ഇത് ഞാൻ വെച്ച പുരാണ്, ഞാൻ വാങ്ങിയ 12 സെന്റാണ്. അപ്പൊ അവർ പറയും നമ്മളെ കിതാബിലുണ്ട് ഇത് ഞങ്ങളെ ഭൂമിയാന്നുണ്ട്, ഞങ്ങളുടെ പഴയ നിയമത്തിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയ ഭൂമിയാണിത്, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു തരണം. പിടിച്ച പഠിച്ചവർക്കും ആ വീടോടുകൂടി ഇവരെടുക്കലാണ് നടന്നത്. ഫലസ്തീനിൽ അങ്ങനെ നടന്നത്. ഫലസ്തീനി അറബി ഫാമിലികൾ താമസിച്ച വീട് ഒഴിപ്പിച്ചിട്ടാണ് അവിടെ ജൂത ഫാമിലികൾ സെറ്റിൽമെന്റ് ചെയ്തത്. ഇത്ര ക്രൂരത എവിടെ ഉള്ളത്? ഇത്ര വിവരക്കേട് ലോക ചരിത്രത്തിൽ ഇവിടെ സംഭവിച്ചു. അതിനും വേണ്ടി ഒരു ചർച്ച നടന്നു. UN ചർച്ച നടന്നതിന് ശേഷം വോട്ടെടുപ്പ് നടന്നു. ബാക്കി അൽഹംദുലില്ലാ ആ വോട്ടെടുപ്പിൽ 10 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായ ഫലസ്തീൻ രാജ്യം വേണം എന്ന് പറഞ്ഞ് വോട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം ഇത്രയും 2-3 വർഷക്കാലമായിട്ട് ഇത്രയും കഠിനമായിട്ട് ഹമാസിനെ പോലുള്ള ആൾക്കാർ പൊരുതിയത് കൊണ്ട് തന്നെയാണ്. കാരണം അവരുടെ പോരാട്ടത്തിന് പേരില്ല. പോരാട്ടത്തിന് കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് ആക്രമണം നടത്തി ആര്? ഇസ്രായേൽ. അത് ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ അവർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം അവരുടെ ലക്ഷ്യം ഹമാസിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ഒരു നേതാവുണ്ട്, ഖാലിദ് മിഷൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ നിലവിൽ അതിന്റെ പ്രധാനിയായിട്ടുള്ള ഇബ്രാഹിം അൽ ഹയ്യ എന്ന് പറഞ്ഞ ഇവരൊക്കെ കൊല്ലാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷേ കൊല്ലാനുള്ള ഇവരുടെ പ്ലാൻ നടന്നുമില്ല. മറിച്ച് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുകളിൽ ഇവർ നടത്തിയ വലിയ ആക്രമണമായി മാറി. അത് ഇവർക്ക് വലിയ തിരിച്ചടിയായി പോയി. അപ്പൊ ആ സംഭവമൊക്കെ നടന്നതിന്റെ പേരിലാണ് ഈ വോട്ടെടുപ്പിൽ ഇത്രയും വലിയ രാജ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നത്? ഇസ്രായേലിനെതിരെ വോട്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാവുന്ന 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇന്നും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ്. ഒന്ന് US-ഉം മറ്റൊന്ന് ഏതാ മോനെ? UK എന്നല്ല, UK ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണമെന്ന് പറയുന്ന ആൾക്കാരാ. 2 സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ, 2 രാജ്യം വേണം. എന്താ മോനെ? ഏതാ? അർജന്റീന, നമ്മളെ മെസ്സിയുടെ അർജന്റീന, നമ്മളെ മെസ്സിയുടെ അർജന്റീന. ഞാൻ ചിന്തിച്ചു, മെസ്സി കുറച്ചെങ്കിലും മനസ്സിൽ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ മുപ്പർ പറഞ്ഞാൽ എന്താ ഭരണകൂടത്തിൽ കേൾക്കാത്തുള്ളത്? മെസ്സി ഭരണകൂടത്തേക്ക് പറയണ്ടേ ഫലസ്തീൻ എന്ന് പറയുന്ന ജനത? അത് ഏറ്റവും എന്താ വിഷയം എന്ന് വെച്ചാല്, ഒരു നാട്ടിൽ ഒരു വലിയ വിഭാഗം മനുഷ്യർ ജീവിക്കുന്നു. അവരവിടെ അട്ടിയൊടിപ്പിച്ചു. അവിടെ വന്നിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത്. അപ്പോ അത് വളരെ ക്രൂരതാണ്. ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഈ ജൂതന്മാർ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ ഫലസ്തീനികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയും വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, നമ്മൾ വിട്ടുതരാം, നിങ്ങൾ കുറച്ച് ഭാഗം എടുത്തോ, നമ്മൾ കുറച്ച് ഭാഗം എടുത്തോ, അങ്ങനെ 2 രാജ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജീവിക്കാം എന്ന് മുസ്ലിമീങ്ങളായിട്ടുള്ള അറബ് ലീഗ് നേതാക്കന്മാരൊക്കെ വളരെ താഴ്ന്നു കൊടുത്ത് അങ്ങോട്ട് പറയുന്ന ഒരു സൊല്യൂഷനാണ് എന്ത്? 2 രാജ്യമായിട്ട് 2 സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് നിലകൊള്ളാം. അങ്ങനെ 2 സ്റ്റേറ്റ് ആയിട്ട് പോലും നിലകൊള്ളണ്ട എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആ നിലകൊള്ളണ്ട എന്ന് പറയുന്നതിന് സപ്പോർട്ട് ചെയ്യാണ് ഈ അർജന്റീന. എന്ത് വിരോധാഭാസമാണ്! നമ്മൾ ഇനിയുള്ള എല്ലാ ലോകകപ്പിനൊക്കെ അർജന്റീന, ഞാനൊക്കെ വലിയ അർജന്റീന ഫാൻ, ഞാനൊക്കെ വലിയ മെസ്സി ഫാനാണ്. പക്ഷെ ഇനിയൊക്കെ അർജന്റീന ഫാനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു നാണക്കേടല്ലേ? ഇത്ര വലിയ ക്രൂരതയാണ്. ഖൈർ. وآتينا موسى الكتاب وجعلنا هدى لبني إسرائيل ألا تتخذوا من دوني وكيلا. ഞാൻ മൂസക്ക് തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം നൽകി. അതിൽ ബനൂ ഇസ്രായേലുകാർക്ക് സന്മാർഗമുണ്ട്. അല്ലാ തത്തഖിദു മിൻ ദൂനി വക്കീല, ഞാനല്ലാത്ത മറ്റാരെയും നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥനായിക്കൊണ്ട് സ്വീകരിക്കേണ്ടതില്ല. ഇത് നബിതങ്ങൾക്കും പറയാണ്. നബിതങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. ദുർരിയതമൻ ഹമൽന മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറ. ഇവിടെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹിസ്സലാമിനെ പ്രത്യേകം പരാമർശിക്കുകയാണ്. കാരണം എത്ര വലിയ പ്രയാസങ്ങളും കെടുതികളും
പീഡനങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം നൂഹ് അലൈഹി സ്വലാമിനെ ഞാൻ രക്ഷിച്ചൊരു അത്ഭുത രക്ഷിക്കലില്ലേ, അതുപോലെ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നൂഹ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അങ്ങനെയായിരുന്നു രക്ഷിച്ചത്. വലിയ പ്രളയം വന്നു, അതിൽ കപ്പലിൽ നൂഹ് അലൈഹി ഇസ്ലാമിനെ രക്ഷിച്ചതുപോലെ നിങ്ങളെ ഞാൻ രക്ഷിക്കും. കാരണം നിങ്ങൾ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയാണല്ലോ. ഇന്നഹു കാന ആബിദൻ ഷക്കൂറ. ആ നൂഹ് അലൈഹി ഇസ്ലാമിനെ പോലെ നിങ്ങൾ നന്ദിയുള്ള അടിമയായി എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, എന്നെ വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും എല്ലാം അറുതിയായിട്ട് ഒരു നാൾ നൂഹ് അലൈഹി ഇസ്ലാമിനെ കപ്പലിൽ രക്ഷിച്ചതുപോലെ നിങ്ങളെ ഞാൻ സഹായിക്കുമെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.